ഹായ് ഹലോ എല്ലാവരും ബോയ്സ് നിയമം പഠിച്ചല്ലോ അല്ലേ. നമ്മൾ ഇന്ന് ചാൾസ് നിയമമാണ് നോക്കുന്നത് ക്വിക്കായിട്ട്. ചാൾസ് നിയമത്തിൽ എന്താ പറയുന്നത്? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താ? അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഡെഫിനറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഒരു നിശ്ചിത മാസ് വാതകം, കോൺസ്റ്റന്റ് വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ്. എന്താ? വാതകത്തിന്റെ മാസ് കൂട്ടാനായിട്ട് പറ്റില്ല. പിന്നെ കെൽവിൻ സ്കെയിലാണ്. കെൽവിൻ സ്കെയിലും ഡിഗ്രി സെൽഷ്യസിന്റെ സ്കെയിലും വ്യത്യാസമാണല്ലോ അല്ലെ. അപ്പോൾ കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. പിന്നെ എന്താ? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ വേണം. ഇനി ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് അനുപാതമായിരിക്കും. അതായത് താപനില കൂട്ടുകയാണെങ്കിൽ അതിന്റെ വ്യാപ്തം കൂടും, താപനില കുറയുകയാണെങ്കിൽ അതിന്റെ വ്യാപ്തം കുറയും. At a constant pressure, the volume of a definite mass of a gas is directly proportional to its temperature in Kelvin scale. Kelvin scale എന്നുള്ളത് എടുത്തു പറയണം കേട്ടോ. ഇനി ഒന്ന് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? വോളിയം, വ്യാപ്തം എന്ന് പറയുന്നത് V is directly proportional to T. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ നേരനുപാതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വശത്തെ ആള് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വശത്തെ ആളും കൂടും, ഒരു വശത്തെ ആള് കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വശത്തെ ആളും കുറയും. വിപരീത അനുപാതത്തിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയായിരുന്നില്ല അല്ലെ. ഒരു വശത്തെ ആള് കൂടിക്കഴിഞ്ഞാൽ മറ്റേ ആള് കുറയായിരുന്നു ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ കണ്ടീഷൻ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കണം. മർദ്ദം, മാസ് എന്നിവ സ്ഥിരമായിരിക്കണം. അപ്പോ വോളിയം, വ്യാപ്തം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട്, അനുപാത ചിഹ്നം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്ഥിരസംഖ്യ വെച്ച് ഗുണിച്ചാൽ മതിയില്ലേ. നമ്മൾ ബോയ്സ് ലോയിലും പഠിച്ചില്ലേ. അപ്പോ വ്യാപ്തം V എന്ന് പറയുന്നത് V ഈസ് ഈക്വൽ ടു K ഇൻറ്റു ടി. K എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരസംഖ്യയാണ്. ഇത് ബ്രാക്കറ്റിൽ എടുത്ത് എഴുതണം കേട്ടോ. ഇനി ടീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാല് V ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യല്ലേ, ഗുണിക്കല്ലേ, അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഹരിക്കുകയാവും അല്ലെ. ഈക്വൽ ടു സൈനിന്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് അപ്പോ V ബൈ ടി ഇസ് ഈക്വൽ ടു K. K എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരസംഖ്യയാണ്. അതിന്റെ ഇക്വേഷൻ എന്താ നോക്കൂ. V1 ബൈ T1 ഇസ് ഈക്വൽ ടു V2 ബൈ T2 എന്നുള്ളതാണ് ഇതിന്റെ ഇക്വേഷൻ. ചാൾസ് നിയമത്തിന്റെ ഇക്വേഷൻ. അതായത് ഞാനൊരു വാതകം, ഒരു നിശ്ചിത മാസ് വാതകം എന്താണ്? രണ്ട് ടെമ്പറേച്ചറിലേക്ക് മാറ്റാണ്. T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലേക്കും T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലേക്കും ഒരു നിശ്ചിത മാസ് വാതകത്തിനെ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വ്യാപ്തം മോൾ എന്ന് പറയുന്നത് V1ഉം V2ഉം ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചാൾസ് നിയമം എന്ന് പറയുന്നത്. എന്തായാലും ബോയ്സ് നിയമം, ചാൾസ് നിയമം, അതുപോലെ അവോഗാഡ്രോ നിയമം, ഇത് മൂന്നെണ്ണത്തിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. കാര്യം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.